അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലെ ചെന്നിടം, നീതിമാൻ നിനക്ക് തന്നതോ മുൾക്കിരീടഭാരവും. സ്നേഹലോലമായി തലോടാൻ താഴ്ന്നേന്തുവിൻ വിലോലം, സ്നേഹലോലമായി തലോടാൻ താഴ്ന്നേന്തുവിൻ വിലോലം. നിത്യനായ ദൈവമേ കാത്തിടണമേ, കരുണാമയനെ കാവൽ വിളക്കെ കനിവിൻ നാളമേ. അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ആരാധകരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുതുല്യരെ, പേരാവൂർ യൂണിറ്റ്, കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പേരാവൂർ യൂണിറ്റ് മെമ്പർമാരുടെ കുടുംബാംഗങ്ങളെ, പ്രിയ നാട്ടുകാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷപ്രദമായ ഒരു ദിനമാണ്. കാരണം എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ ഒരു ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് നമ്മുടെ പേരക്കുട്ടികളെ, അവരെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങ്, അനുമോദിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മെമ്പറും ഏതാണ്ട് 50 വർഷത്തിലധികം പേരാവൂരില് അറിയപ്പെടുന്ന നമ്മുടെ ഡോക്ടർ രാമചന്ദ്രൻ, അതുപോലെ അവരുടെ മകനായ അമർ രാമേന്ദ്രൻ എന്നിവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മളിവിടെ നടത്തുകയാണ്. അതിന് ദൃക്സാക്ഷികളാകാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. രാമചന്ദ്രൻ ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പേരാവൂരിന്റെ സാംസ്കാരിക, സാമൂഹിക, ആരോഗ്യ മേഖലകളിൽ മാത്രമല്ല, നമ്മുടെ ഈ അടുത്തുള്ള ഏത് പരിപാടിയിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഡോക്ടറെ അറിഞ്ഞുകൂടാത്ത നമ്മുടെ പേരാവൂർ മേഖലയിലുള്ള ഒരു കുടുംബവും ഒരാളും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പ്രാഗൽഭ്യം നമ്മുടെ ഈ നാട്ടിന് വേണ്ടി പലതും ചെയ്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ്. പേരാവൂരിന്റെ ചരിത്രം ആരെങ്കിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിൽ എഴുതി ചേർക്കുന്ന പേരുകളിൽ ഒന്ന് രാമചന്ദ്രൻ ഡോക്ടർ, ഭാസ്കരൻ ഡോക്ടർ, രാമചന്ദ്രൻ ഡോക്ടറും തങ്കൻ ഡോക്ടറും ഒക്കെയാണ്. ഇവരില് രാമചന്ദ്രൻ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ഈ ചുറ്റിലുമുള്ള ഏത് ക്ഷേത്രങ്ങൾ എടുത്താലും ആ ക്ഷേത്രങ്ങളുടെയൊക്കെ പുനരുദ്ധാരണത്തിനായാലും മറ്റുള്ള ആഘോഷ പരിപാടികളിലായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും അദ്ദേഹത്തിന്റെ സഹായങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ ഏത് മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ പേരാവൂർ നിവാസികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരാളാണ് രാമചന്ദ്രൻ ഡോക്ടർ. അദ്ദേഹത്തിന്റെ സൽപ്രവൃത്തികൾ കൊണ്ടായിരിക്കും നമ്മുടെ അദ്ദേഹത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ഒരു മോനെയും കൊടുത്തു. അവൻ ആതുര ശുശ്രൂഷ സേവന രംഗത്ത് മാത്രമല്ല, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സിനിമ നടനും ഒരു സിനിമാ നിർമ്മാതാവും കൂടി കലാരംഗത്ത് ശോഭിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയാണ് അമർ രാമചന്ദ്രൻ. എന്തായാലും അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനിവിടെ, അവരെ പരിചയപ്പെടുത്താൻ നമുക്ക് എല്ലാം അറിയുന്ന കുട്ടേട്ടൻ ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാൻ പറ്റും.
ഞാനിവിടെ കൂടുതലായിട്ട് ഈ മഴയൊക്കെ വരുന്ന ഈ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ ഇപ്പോഴും ഇവിടെ എത്തും. അമർ ഡോക്ടർ ഇപ്പോഴും എത്തിയിട്ടേ ഉള്ളൂ. 40 രോഗികൾ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഏതാനും നിമിഷം ഡോക്ടർ വരുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത്. സമയം വരുമ്പോൾ വിളിക്കാനാണ് പറഞ്ഞത്. ഡോക്ടർ രാമചന്ദ്രൻ ഡോക്ടർ ഇപ്പോഴും ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും. അവരുടെ സാന്നിധ്യം ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട PV നാരായണൻ മാസ്റ്ററാണ്. അദ്ദേഹം നമ്മുടെ കേരള സീനിയർ സിറ്റിസൺസ് ഫോറം പേരാവൂർ യൂണിറ്റിന്റെ ദീർഘകാലമായിട്ട് പ്രസിഡന്റ് പദം അലങ്കരിച്ചു വരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ തിരക്കുള്ള അദ്ദേഹം ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്ത നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാലൻ അവർക്ക് വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. രാമചന്ദ്രൻ ഡോക്ടറും അമർ രാമചന്ദ്രനും ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും അവർ രണ്ടുപേരെയും എത്തുമെന്ന ഉറപ്പിന്മേൽ രണ്ടുപേർക്കും സ്വാഗതം ആശംസിക്കുന്നു. രാമചന്ദ്രൻ ഡോക്ടറെ അമർ രാമചന്ദ്രനെയും പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ അവരെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ് KK രാമചന്ദ്രൻ സാർ. നമ്മുടെ പേരാവൂരിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന എല്ലാവർക്കും സ്വീകാര്യനും അറിയപ്പെടുന്നവരുമായ KK രാമചന്ദ്രൻ അംഗം ഗുരുവായൂർ ദേവസ്വം മുൻ അംഗമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സംഘടനയുടെ നേതാവാണ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ CK രഘുനാഥൻ നമ്പ്യാരാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഉന്നത വിജയം നേടിയ 6 കുട്ടികൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ആ കുട്ടികളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നമ്മുടെ നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഇന്ദിരേച്ചി ഇവിടെ വേദിയിലുണ്ട്. ഔപചാരികതയുടെ പേരിൽ ഇന്ദിരാ ഭാസ്കരൻ അവരെ വളരെ ആദരവോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നത് ശ്രീ ജോസഫ് കോക്കാട്ട് അവர்களാണ്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ അത്യാവശ്യമായിട്ട് 5 മിനിറ്റ് സമയത്തേക്ക് പുറത്തു പോയിരിക്കുകയാണ്. വരും എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നമ്മുടെ പേരാവൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ KSCF മുൻ ബ്ലോക്ക് സെക്രട്ടറിയും കോളയാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി സ്ഥാനത്തിന് വിരമിച്ചതിന് ശേഷം കോളയാട് മേഖലയില് സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന, ആധ്യാത്മിക രംഗത്ത് കൂടി ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചു വരുന്ന O ബാലൻ നമ്പ്യാർ ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നാണുവേട്ടൻ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു പഴയ മെമ്പറാണ്. എല്ലാ മീറ്റിങ്ങുകളിലും ഇവിടെ ആദ്യം എത്തുന്ന നാണുവേട്ടൻ ഇപ്പോഴൊരു ഓപ്പറേഷൻ ചെയ്ത്
2 ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ എത്തിയിട്ട്. ഞാനും നാരായണേട്ടനൊക്കെ കണ്ണൂരിൽ പോയി കണ്ടിരുന്നു. ഇപ്പോൾ വരാൻ പറ്റുമെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് വരാതിരിക്കുകയാണ്. കാരണം സ്റ്റിച്ചിങ് ഒക്കെ എടുക്കാത്ത ഇവിടെ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് നാണുവേട്ടൻ അങ്ങനെ ഇവിടെ പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഇവിടെ ആശംസ അർപ്പിക്കുന്നത് ശ്രീമതി കെ ചന്ദ്രമതി ടീച്ചറാണ്. പേരാവൂർ MPUP സ്കൂളിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ മെമ്പർ കൂടിയായ നല്ല ഒരു പ്രാസംഗികയും പ്രഭാഷകയുമായ ശ്രീമതി കെ ചന്ദ്രമതി ടീച്ചറെ വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ സീനിയർ സിറ്റിസൺസ് ഫോറം പേരാവൂർ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങളും നാട്ടുകാരെയും വളരെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയും നമുക്ക് 2 ഡോക്ടർമാരുടെയും സേവനം നമുക്കെല്ലാവർക്കും ദീർഘകാലം ലഭിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവര് ഇപ്പോൾ പരീക്ഷയിൽ വിജയിച്ചു, ഇനിയും എത്രയോ പരീക്ഷകൾ അവരുടെ മുൻപിലുണ്ട്. ആ പരീക്ഷയിലൊക്കെ വിജയിക്കാൻ അവരുടെ ഭാവി ജീവിതത്തിലും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇവിടെ നന്ദി പറയുന്നത് നാരായണേട്ടനാണ്. നമുക്കറിയാം, ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഒന്നാമത് പ്രായമുള്ളവരുടെ ഒരു സംഘടനയാണ്. ഇതെല്ലാം സംഘടിപ്പിച്ചു വരാൻ ഏതാണ്ട് 1 മാസത്തോളമായി വളരെയധികം ബുദ്ധിമുട്ടി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരൻ ഡോക്ടറുടെ 21ാം ചരമവാർഷിക ദിനം ഈ ഹാളിൽ വെച്ച് വളരെ വിപുലമായി നടത്തുകയുണ്ടായി. ഇതിനെയൊക്കെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പേരാവൂർ യൂണിറ്റിന്റെ സെക്രട്ടറിയാണ് നാരായണേട്ടനാണ് നന്ദി പ്രകാശിപ്പിക്കുന്ന. നാരായണേട്ടനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ നാരായണ മാഷെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഭാഷത്തിൽ പറഞ്ഞതുപോലെ പ്രസിഡന്റിന് വളരെ അടിയന്തരമായിട്ട് പല കാര്യങ്ങളും പറയാൻ അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നാരായണ മാസ്റ്റർ, വേദിയിലിരിക്കുന്ന നമ്മുടെ രാമേന്ദ്രേട്ടൻ, അതുപോലെ എൻ്റെ ജില്ലാ സെക്രട്ടറി രഘുനാഥൻ നമ്പ്യാർ, അതുപോലെ തന്നെ ജോസഫ് ഡോക്ടർ, അതുപോലെ ബാലൻ നമ്പ്യാർ, നാണു, ചന്ദ്രമതി ടീച്ചർ, ചടങ്ങിൽ നന്ദി പറയുന്നത് നാരായണേട്ടൻ, അതുപോലെ തന്നെ ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സീനിയർ സിറ്റിസൺ അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഉന്നത വിജയം നേടിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള മറ്റ് സഹോദരന്മാരെ. ഇപ്പോൾ സീനിയർ സിറ്റിസൺ പേരാവൂർ യൂണിറ്റിൻ്റെ ജനറൽ ബോഡിയും അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 50 വർഷക്കാലമായി നമ്മുടെ പേരാവൂരിൽ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ രാമേന്ദ്രൻ ഡോക്ടർ, അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ, ഇവർക്കുള്ള ആദരവ് പരിപാടി കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ രാമേന്ദ്രേട്ടനുണ്ട്, മറ്റ് എൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ 1-2 പരിപാടികളിൽ ഇതിനു മുമ്പ് എനിക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാസ്റ്റർ ഡോക്ടർ അനുസ്മരണ പരിപാടി നടക്കുന്ന ദിവസം ഞാൻ പങ്കെടുക്കുന്നതാണ്. പക്ഷേ അന്ന് നമുക്കൊരു പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം എന്തായാലും നമുക്കറിയാം, നമ്മുടെ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞവരുടെ, അതായത് വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിൽ
അതിൻ്റെ പേരാവൂർ യൂണിറ്റിൻ്റെ ഒരു ജന്മഭൂമി എന്ന നിലയിലാണ് നമ്മുടെ ഈ യോഗത്തെ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ച് നിരവധിയായ വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പം അത് നിരവധിയായ വിഷയങ്ങൾ ഉണ്ട്. ഓരോ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് നിരവധിയായ വിഷയങ്ങളുണ്ട്. അത് പല രീതിയിലായിരിക്കും ഓരോന്നും. അപ്പോൾ അതെല്ലാം ഇടപെട്ട് അതിൽ സജീവമായി ഇടപെടുകയും അതിന് പരിഹാരം കാണുന്ന തരത്തിലേക്കുള്ള ഒരു കൂട്ടായ്മയാണ് സീനിയർ സിറ്റിസൺ ഫോറം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റ് പല രീതിയിലുള്ള സംഘടനകളും ഈ രംഗത്ത് പുതുതായി കടന്നു വന്നിട്ടുമുണ്ട്. എന്തായാലും ഇതിൻ്റെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം നമുക്കറിയാം, വയോജനങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ നിരവധിയായ വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നുണ്ട്. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒക്കെ നിരവധിയായ വിഷയങ്ങൾ വയോജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ സർക്കാർ തലത്തിലായാലും പ്രാദേശിക ഭരണകൂട തലത്തിലായും വയോജനങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ സർക്കാർ തലത്തിലായാലും തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഒക്കെ പണം വകയിരുത്തി അവർക്ക് ആവശ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. നിശ്ചിത ശതമാനം തുക വയോജനങ്ങൾക്കായി നീക്കിവെക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, അവരെ അവഗണിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വയോജനങ്ങൾക്ക് പരിഗണന നൽകിക്കൊണ്ട് പദ്ധതികൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പഞ്ചായത്തിൽ 2ഓളം വയോജന വിശ്രമ കേന്ദ്രങ്ങൾ പണി പൂർത്തിയായി വരികയാണ്. ഒന്ന് നമ്മുടെ മേൽമുരുകോടിയും ഒന്ന് തിരുവോണപ്പുറത്ത് പണി ആരംഭിക്കും. അപ്പോൾ അതുപോലെ തന്നെ വയോജനങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ പ്രയാസങ്ങൾ മാനസികമായും ശാരീരികമായും എല്ലാം നേരിടുമ്പോൾ അവർക്ക് ആവശ്യമായ ഒരു ചെറിയ ആശ്വാസം കൊടുക്കുക എന്നുള്ള പദ്ധതി ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് ആവിഷ്കരിച്ച് വരികയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ തുടക്കം കുറിച്ചു, അടുത്ത വർഷം കുറച്ചുകൂടി വിപുലമായി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വയോജനങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ടുള്ള ഒരു എല്ലാവർക്കും മാനസികമായിട്ട് സന്തോഷിക്കാനുള്ള സാഹചര്യം കിട്ടാത്ത ഒട്ടേറെ വയോജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ എത്രത്തോളം ശ്രദ്ധിച്ചു എന്ന് പറയാൻ കഴിയുന്നു. അതിപ്പോൾ സീനിയർ സിറ്റിസൺ ഫോറമായാലും മറ്റ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയായാലും വയോജനങ്ങളുടെ ആകെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എത്രത്തോളം മനസ്സിലാക്കാൻ ആഴ്ന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അതേ പറയാൻ കഴിയില്ല. പക്ഷെ അത് കഴിയേണ്ടതായിട്ടുണ്ട്. ഏത് സംഘടനയായാലും കഴിയേണ്ടതായിട്ടുണ്ട്. അത് അധികാരികളുടെ മുന്നിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് സംഘടനയുടെ പ്രസക്തി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വയോജനങ്ങളുണ്ട്. പക്ഷെ സാമ്പത്തികമായി ഉയർന്ന നിലയിലും എല്ലാ സൗകര്യങ്ങളും ഉള്ള വയോജനങ്ങളുണ്ട്. പക്ഷെ അവർക്കുള്ള പ്രയാസം വേറെ, മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങളുണ്ടാവും. സാമ്പത്തികമായ പ്രയാസം ഉണ്ടാവില്ല. ചിലപ്പോൾ മാനസികമായിട്ട് നല്ല പ്രയാസം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഉണ്ടാകും. പക്ഷെ പലതരത്തിലുള്ള പ്രയാസങ്ങളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന എല്ലാ ആളുകളെയും വിഷയങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഒരു പരിധി വരെ ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഒരു സംഘടന എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടാനും അതിൻ്റെ പ്രസക്തിയും വരുന്നത്. അതേത് സംഘടനയായാലും അപ്പോൾ ആ നിലയിൽ ഇതിന് കഴിയണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് പല രീതിയിലും ഉണ്ടാവും. അപ്പോൾ ആ നിലയിൽ ഈ സംഘടനക്ക് കരുത്ത് പകരാൻ അല്ലെങ്കിൽ കരുത്തുണ്ടാവാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മെമ്പർമാരുടെ കുട്ടികൾ, അവരുടെ മക്കളായിരിക്കില്ല, അവരുടെ പേരമക്കളായിരിക്കും. അവരിവിടെ ഉന്നത വിജയം നേടിയിട്ടുള്ള കുട്ടികളെ അവരെ അനുമോദിക്കാൻ ഉള്ള
ഒരു പരിപാടി കൂടി ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ +2 SSLC പരീക്ഷയിൽ നമ്മുടെ കേരളത്തിൽ മികച്ച വിജയം നേടിയിട്ടുണ്ട്. നമ്മുടെ പരിസരത്തുള്ള മിക്ക സ്കൂളും, ഇപ്പോൾ മണത്തറയായാലും തൊണ്ടിയിലായാലും 100% വിജയം കൈവരിച്ച സ്കൂളുകളാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, SSLC +2 എന്ന് പറഞ്ഞ് പാസ്സാക്കി കഴിഞ്ഞാൽ എല്ലാമായി എന്നൊരു കാലം. പണ്ടൊക്കെ SSLC പാസ്സായാൽ SSLC എന്ന് പറഞ്ഞാൽ അന്ന് 100% ഇല്ല, അത് കഷ്ടിമുട്ടി പാസ്സായതെന്ന് വെച്ചാൽ പരീക്ഷയിൽ പകുതി കുട്ടികൾ, ചിലപ്പോൾ ഒരു 30% കുട്ടികളൊക്കെ അന്നത്തെ കാലം നമ്മളെ പഠിക്കുന്ന കാലത്ത് പാസ്സാക്കുക. ഇപ്പൊ അതല്ല, ഇപ്പൊ SSLC +2 ഒന്നുമല്ല. +2 കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടി എന്ന് അഭിമാനിക്കുന്ന, അതൊരു നമുക്ക് ഇത്തരം ഒരു ആദരവെല്ലാം അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു പ്രേരക ശക്തിയാണ്. അവർക്കൊരു പിന്തുണ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നാടിന്റെ ഒക്കെ സംഘടനകളൊക്കെ കൊടുക്കുന്ന ഒരു പിന്തുണ അവർക്ക് ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് കടമ്പകൾ കിടക്കുകയാണ്. ആ മുന്നേറ്റത്തിൽ ഒരു പിന്തുണ, ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് ഇതുപോലുള്ള ആദരവ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതൊരു ഈ ആദരവ് പരിപാടി എന്ന് പറയുമ്പോൾ പ്രയാസമായി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ വാർത്ത, SSLC +2 പരീക്ഷയിൽ പാസ്സായ കുട്ടികളെ അനുഭവിക്കുന്നത്, ഒരു കുട്ടി ആരോ മിസ്സായി പോയി, ആ കുട്ടി സങ്കടം കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ അവിടെ അടുത്ത സംഭവിച്ചു, നമ്മുടെ കേരളത്തിൽ ഫ്ലക്സിൽ പേര് ഫോട്ടോ വന്നില്ല, വിട്ടുപോയി എന്നതിൻ്റെ പേര് ആ ഒരു ഇത് കൂടിയുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പിന്തുണ കിട്ടുന്നത് നമ്മുടെ കുട്ടികളുടെ മുന്നേറ്റത്തിന് സഹായകരമാകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ പഠിക്കുന്നത് പ്രോത്സാഹനം നൽകുന്നതോടൊപ്പം തന്നെ നാടിന്റെ ആദരവ്, സമൂഹത്തിന്റെ ആദരവ് കിട്ടുന്നതോടൊപ്പം തന്നെ അവരെത്ര തന്നെ ഉയർന്ന് പഠിച്ചാലും, ഡോക്ടറായാലോ എഞ്ചിനീയറായാലും, സമൂഹത്തിൽ സർക്കാർ ജീവനക്കാരനായ ഏത് സർവീസിൽ പ്രവേശിച്ചാലും എത്രത്തോളം സമൂഹത്തിൽ അല്ലെങ്കിൽ അവരെ ഔദ്യോഗികമായി ഉയർന്നാലും അവരുടെ വിദ്യാഭ്യാസം നാടിന് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആയാലും നമ്മുടെ നാടിനെ സ്നേഹിക്കാനും നാടിനെ ചേർത്ത് നിർത്താനും നമ്മുടെ സമൂഹത്തെ ചേർത്ത് നിർത്താനുമുള്ള മനസ്സ് കൂടി. ഇപ്പോൾ എത്രയും പഠിച്ചിട്ട് കുറേ ആളുകൾ പഠിച്ചിങ്ങനെ പോയിട്ട് ഉണ്ട്, നമുക്കറിയാം, നമ്മൾ പറയല്ലോ, പഠിച്ചിങ്ങനെ ബോധത്തോളം പഠിക്കും, പക്ഷെ വീടിൻ്റെ അകത്തായിരിക്കും, 4 ചുമരിനുള്ളിലായിരിക്കും. ആ വിദ്യാഭ്യാസവും അറിവും ഒക്കെ നാടിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പലപ്പോഴും പലരും കഴിയാറാണ്. അതൊന്നും അപൂർവം ചില ആളുകൾ പഠിച്ച് അവരുടെ അറിവുകളെല്ലാം ഒരു 4 ചുമരിനുള്ളിൽ ഒതുക്കി നിർത്തുക. പക്ഷെ അത് സമൂഹത്തിനും കൂടി പകരുന്ന നിലയിൽ പണ്ടൊക്കെ പഠിക്കാൻ, നമ്മുടെ ചെറുപ്പകാലത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഭക്ഷണം കഴിക്കാനില്ല, പുസ്തകം വാങ്ങാൻ പണമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, വളരെ അന്നത്തെ ഇന്നത്തെ കാലഘട്ടം. ഇന്നെന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് വരുമാനം ഇല്ലെങ്കിലും ലോൺ എടുത്തോ എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ തയ്യാറായി വരിക. പണ്ട് പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നീ പോണ്ട, നിർത്തിക്കോന്ന് പറയും അല്ലേ. അത് നിർത്തിക്കഴിഞ്ഞ് പോണ്ട, അവിടെ നിർത്തി വിദ്യാഭ്യാസം നിർത്തും. പക്ഷെ ഇന്നതല്ല. ഇന്ന് എത്രത്തോളം പഠിക്കാൻ വേണ്ടി സാധിക്കുമോ ആ സാധ്യത, അവരെ സാധ്യത ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രക്ഷിതാക്കൾ ഫലപ്രദമായി മുന്നോട്ട് വരികയാണ്. എത്ര പിന്തുണ കൊടുക്കും, സമൂഹം കൊടുക്കുന്നു, രക്ഷിതാക്കൾ കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹം കൊടുക്കുന്നു. പഠിക്കാനുള്ള സാഹചര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ന് കേരളത്തിൽ പഠിക്കാനുള്ള സാഹചര്യം വളരെ വലുതാണ്. ഭൗതികമായും ഒക്കെ നല്ല സാഹചര്യം മെച്ചപ്പെട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം അങ്ങനെ ആ സാഹചര്യം കൂടി നമ്മുടെ കുട്ടികൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഈ വേളയിൽ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതലൊക്കെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടില്ല. ഡോക്ടർ സാഹേബ് നമുക്കറിയാം, നമ്മുടെ ജനതയുടെ സ്വാഗതം പറഞ്ഞു നമ്മുടെ പേരാവൂരിൻ്റെ 3 മുഖങ്ങളാണ്. ഇന്ന് നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള ഭാസ്കരൻ ഡോക്ടർ, അതോടൊപ്പം തന്നെ തുണ്ടിയിലെ തങ്കൻ ഡോക്ടർ, അത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാമേന്ദ്രൻ ഡോക്ടർ, പണ്ട് ചിന്തയക്കുട്ടി ഡോക്ടർ ഉൾപ്പെടെ ചിന്തയക്കുട്ടി ഡോക്ടർ മറക്കാൻ കഴിയുന്ന ആളാണ്. അപ്പൊ അതിൽ ഉള്ള നമ്മളെ ചെറുപ്പകാലത്ത് ചിന്തയക്കുട്ടി ഡോക്ടർ ക്ലാസ് ഡോക്ടർ. അപ്പോൾ ആ നിലയിൽ നമ്മുടെ പേരാവൂരിന്റെ ആരോഗ്യ മേഖലയുമാണ്. ഭാസ്കർ ഡോക്ടറെ സംബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ സാമൂഹിക രംഗത്തൊക്കെ പേരാവൂരിന്റെ വികസനത്തിന് പ്രത്യേകമായി നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ അപ്പൊ ആ നിലയിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ അവരെ ഈ
ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ചടങ്ങ് അവരെ ഇവിടെ എത്തിയില്ലെങ്കിലും അവർക്ക് എല്ലാവിധ ആശംസകളും ദീർഘായുസ്സും നേർന്നു. അതോടൊപ്പം കൂടുതൽ കാര്യങ്ങളിൽ പോകണമെന്ന് ഉദ്ദേശിക്കുന്നതിന് നിങ്ങളുടെ സംഘടന ഈ കേരള സീനിയർ സിറ്റിസൺ ഫോറം അതിൻ്റെ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് സാധ്യമാകട്ടെ. പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. നമ്മുടെ മെമ്പർമാരുടെ പേരക്കുട്ടികളെ ഇവിടെ ഇന്ന് മെമെന്റോയും ക്യാഷ് പ്രൈസ് നൽകി ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ മെമ്പർ VK ഗോവിന്ദൻകുട്ടി അവരുടെ മകളായ വിദ്യായി രാജേഷ് EK ദമ്പതികളുടെ മകളായ ശ്രീനന്ദ ഈ വർഷത്തെ SLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ മോളാണ്. അഭിനന്ദനങ്ങൾ. ശ്രീമതി വിദ്യയ്ക്ക് മെമെന്റോയും ക്യാഷ് പ്രൈസും നൽകുന്നതിന് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP വേണുഗോപാൽ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിലെ ക്യാഷ് പ്രൈസ് ആയിട്ട് അതിൻ്റെ സാന്നിധ്യം ഇവിടെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അധികമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിന് പ്രത്യേകിച്ച് തൊട്ടതെല്ലാം നല്ലത് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് രാമേന്ദ്രൻ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം ഇവിടെ ദീർഘകാര്യത്തെക്കുറിച്ച് സംസാരിക്കും. അദ്ദേഹത്തെയാണ് ഞങ്ങൾ അത് ആദ്യമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അദ്ദേഹം രാമേന്ദ്രൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. അഭിനന്ദനായ അധ്യക്ഷൻ, എൻ്റെ ഗുരുതുല്യനായ PV, ബഹുമാന്യനായ ഇന്ദിരേച്ചി, രാമേന്ദ്ര ഡോക്ടർ, ബഹുമാന്യനായ ശ്രീ PP വേണുഗോപാൽ സർ, അതേപോലെ ബഹുമാന്യനായ രഘുനാഥൻ നമ്പ്യാർ, പ്രിയപ്പെട്ട ജോസഫ് കൊക്കാട്, ശ്രീ ബാലേട്ടൻ ഗോപാലൻ നമ്പ്യാർ, ശ്രീമതി A. ചന്ദ്രമതി ടീച്ചർ, പ്രിയപ്പെട്ട KM രാധാമണി, അതിമനോഹരമായി നല്ല ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു യോഗം തുടങ്ങാൻ കഴിയുക എന്നുള്ളതൊരു ഭാഗ്യമാണ്. അത് ഈ സീനിയർ സിറ്റിസണിലെ എല്ലാ യോഗങ്ങളും ഞങ്ങൾ ഒരു പാരമ്പര്യമായ രാധാമണിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ യോഗം വളരെ ഭംഗിയായിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ രാമേന്ദ്രനെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ ദൗത്യം. അതോടൊപ്പം അമർ രാമേന്ദ്രനെ. അതിനു മുമ്പ് നേരത്തെ പരാമർശിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും +1 +2 മാത്രമേ ഉള്ളൂ, +1 ഇല്ല. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഒരു കുട്ടിക്ക് മാത്രം കൊടുത്തത് നമ്മുടെ പ്രസിഡന്റിന് പോകാനുള്ള ഒരു ധൃതിയുള്ളത് കൊണ്ടാണ്. അതൊരു മെറിറ്റൊന്നുമല്ല കേട്ടോ, ബാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിധത്തിലും അസ്വസ്ഥമാവണ്ട, നിങ്ങളുടെ ഊഴം വരാനിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏറ്റവും നന്നായിപ്പെട്ട ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ മാർക്കിനെ കുറിച്ച് ഞാനിപ്പോൾ ആരോടും പറയാറില്ല. ഇത് എൻ്റെ മുമ്പിൽ രാധാകൃഷ്ണനുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് നിർമ്മല കോളേജിൽ പഠിച്ച ആളുകളാണ്. SSLC പരീക്ഷ കഴിഞ്ഞാൽ ഒരാൾ മാർക്കിനെ കുറിച്ച് ചോദിക്കാറില്ല. അപൂർവ ആളുകൾ ഒരു ഇത്തിരി അഭിമാനത്തോടെ പറയും ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 360 മാർക്കുണ്ട് എന്നർത്ഥം. ഇപ്പൊ 360 മാർക്ക് കിട്ടിയാൽ തോറ്റു എന്നാണ് അർത്ഥം. ഞങ്ങളൊക്കെ ആ ഒരു ആവറേജിൽ നിന്ന് എന്നോട് എൻ്റെ അച്ഛൻ ചോദിച്ച ചോദ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
ഈ SSLCന്റെ റിസൾട്ട് വരുന്നത് ഇന്നത്തെ മാതിരി പെട്ടെന്ന് അറിയാനുള്ള സമയം ഇന്ന് തിരുവനന്തപുരം വരെ ആളുകൾ പോയി ഇത് അറിയാൻ നിൽക്കുമല്ലോ, സ്കൂളിന്റെ മെറിറ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. അന്നിതൊന്നുമില്ല. വർത്തമാനപത്ര ദിവസം വരുന്ന ഡെയിലി വരുന്ന പത്രത്തിന്റെ 2 താളുകളിൽ ഈ നമ്പർ ഇങ്ങനെ അടിച്ചു വരും. പഴയ തലമുറയിലുള്ള ആളുകൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. ഇതിങ്ങനെ തപ്പി പിടിച്ചിട്ട് വേണം ഞാൻ പാസ്സായിനോ ഇല്ലയോ എന്ന് നോക്കാൻ. ആരെങ്കിലും പോയിട്ട് ആത്മഹത്യ ചെയ്താൽ പിറ്റേ ദിവസം നമ്പറിന്റെ തിരുത്ത് വരുമ്പോൾ അവൻ ജയിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു അപകടം വന്നിട്ടുണ്ട്. ഈ SSLC പരീക്ഷ കഴിഞ്ഞ് ഈ പേപ്പർ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചായക്കടയിൽ നേരത്തെ പോയി കാവലിരുന്ന് അവിടെ നിത്യ വായനക്കാരായ ആളുകളെയെല്ലാം കബളിപ്പിച്ച് ആ പത്രം എടുത്ത് ഈ നമ്മളെ നമ്പർ വെച്ച് നോക്കി ഇതിങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ടാവും. ഇത് തോറ്റോ ജയിച്ചോ എന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ലല്ലോ. ഇന്നത്തെ മാതിരി നിങ്ങളെല്ലാവരും ജയിച്ചിരിക്കുന്നു എന്നൊരു വിദ്യാഭ്യാസ രീതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട്. ഏതായാലും ഈ നമ്പർ കണ്ടുപിടിക്കും. എന്നോട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, നീ ഭൂരിപക്ഷത്തിലോ ന്യൂനപക്ഷത്തിലോ എന്ന് പറഞ്ഞാൽ 34% അന്നത്തെ വിജയത്തിന്റെ 34% നമ്മൾ പഠിക്കും. 34 പോയിന്റ് സംതിങ്. ആ 34 പോയിന്റ് സംതിങ്ങിൽ നീ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തിന്റെ കൂടെയാണോ എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ്. ഓ ഭാഗ്യം. അതാണ് ആകെ കൂടി കിട്ടിയൊരു കമന്റ്. ഇതൊക്കെയാണ് നമ്മുടെ SSLC പരീക്ഷയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും അന്നുണ്ടായിരുന്ന കുട്ടികളുടെ അനുഭവങ്ങളും. ഇതാണ് ഇന്ന് നിങ്ങൾ എന്തൊരു ഭാഗ്യവാന്മാരാണ് ഞാൻ ആലോചിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പോയി ചേരുമ്പോൾ അന്ന് കുമാരൻ മാഷ നുള്ളാണ് ആദ്യത്തെ സ്വീകരണം. ഇന്ന് 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ 4 ബലൂണ്, 3 വടി, അതിന്റെ കൂടി ഒരു BP. ഒന്നും പറയണ്ട, ആഘോഷമായിട്ടല്ലേ നിങ്ങൾ 1ാം ക്ലാസ്സിലല്ലേ 1ാം ക്ലാസ്സിൽ LKG UKG എല്ലാം കഴിഞ്ഞ് 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ വരെ LKGയിലും ഇതുണ്ട്. ഈ ഒരു സൗകര്യത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ നമ്മളെ മക്കളൊക്കെ പഠിക്കുന്നത്. നന്നായി. ഈ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ടായി എന്നത് സത്യമാണ്. പക്ഷേ ഒരു മണ്ണിന്റെ മണം നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. നേരത്തെ പങ്കിൽ തന്നെയാണ് നമ്മുടെ പ്രസിഡന്റ് ഒരു കുട്ടി അവരുടെ എന്തിനാ ഈ കുട്ടികളെ 1ാം സ്ഥാനത്ത് എത്തുന്നു. ഒരു കുട്ടിയുടെ പേര് വിട്ടുപോയി. മാർക്കില് അവരുടെ മാർക്ക് നോക്കിയപ്പോൾ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയെ ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് തെറ്റായ അറിവ് കൊണ്ട് സാധിക്കാതെ പോയ ഒരു കമ്മിറ്റിക്ക് ആ കുട്ടി ചെയ്തത് എന്താണെന്നറിയാം? ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്ത് A+ പിന്നെ ഇവരെ പറ്റി പറയാറ്. ഞാൻ ഇവരെ ചെറുതാക്കി പറയുന്നൊന്നുമല്ല കേട്ടോ, ഇവരെ ചെറുതാക്കി പറയുന്നതല്ല. നമ്മുടെ മക്കളുടെ ഒരു മാനസികമായ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതിനുശേഷം പിന്നെ പല കാലഘട്ടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് SSLC തോറ്റാലും ജയിച്ചാലും ഒരു ചോദ്യത്തിൽ അവസാനിക്കും. തോറ്റോ? ഇല്ല. ജയിച്ചു. ജയിച്ചോ എന്നാലും ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എല്ലാവരും തോന്നില്ലേ എന്നാണ്. ജയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയായിരുന്നു ഒരു കാലം. ആ കാലത്ത് നിന്ന് നിങ്ങളിൽ എത്തി നിൽക്കുന്ന മഹാസൗഭാഗ്യങ്ങളുടെ ഒരു രോഗമാണ് ഉള്ളത്. പക്ഷേ ഓർമ്മിക്കുക, ഇതൊന്നും അല്ല ജീവിതം. ജീവിതം ഇതിലൊക്കെ അപ്പുറത്തുള്ള എന്തൊക്കെയോ ആണ്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും? എന്താ നിങ്ങൾ ഡോക്ടർ വി ഭാസ്കരനും ഡോക്ടർ വി രാമേന്ദ്രനും ഒക്കെ അതിഗംഭീരമായി പരീക്ഷ എഴുതിച്ചവരാണ്. അങ്ങനെ എത്രയാൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്? ഈ രാജ്യത്ത് ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇതിനേക്കാൾ പേരുണ്ടായിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷെ എന്താണ് രാമേന്ദ്രൻ ഡോക്ടറും ഭാസ്കരൻ ഡോക്ടറും ഓർമ്മിക്കപ്പെടുന്നത്? അവർ SSLC ജയിച്ചുകൊണ്ടാണോ? അവർ ആതുര ശുശ്രൂഷ രംഗത്ത് പേരെടുത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. മറിച്ച് നിങ്ങൾ അവരെ കാണുമ്പോൾ, നിങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ അവരുടെ ഒരു കുടുംബാംഗമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ തോന്നലിനാണ് ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരും ബഹുമാനവും ആദരവും നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഒരുപാട് ആള് വലിയ ഡിഗ്രിയൊക്കെ നേടിയിട്ട് മേലെയൊക്കെ പോയിട്ടുണ്ട്. അവരൊന്നും നമ്മൾ ഓർമ്മിക്കപ്പെടുന്നില്ല. ഡോക്ടർ വി ഭാസ്കറിനെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അയൽക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും അത് ഓർമ്മിക്കാറുണ്ട്. എന്താ ഡോക്ടർ വി ഭാസ്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത?
ഞാൻ രാമേന്ദ്രൻ ഡോക്ടറിലേക്ക് വരാൻ കേട്ടോ. ഡോക്ടർ വി ഭാസ്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വരുന്ന 49ാമത്തെ 59ാമത്തെ 89ാമത്തെ 119ാമത്തെ രോഗിയോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? എന്താ പറഞ്ഞ അച്ഛൻ എങ്ങനെയുണ്ട്? അമ്മയ്ക്കൊക്കെ ഇപ്പൊ സുഖമുണ്ടോ? പിന്നെ അമ്മ എന്നൊരാളുണ്ടല്ലോ, അയാൾ പേടിയത്. ഇങ്ങനെ ഒരു കുടുംബത്തിലേക്ക് കടന്നു കയറി ആ കുടുംബത്തെ മുഴുവനായി ഞാൻ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, ഞാൻ കൂടെയാണ് നിന്റെ കുടുംബം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും വന്ന ഉടനെ ഒരു സ്റ്റെപ്പ് വെച്ച്, പലപ്പോഴും രാമൻ ഭാസ്കർ ഡോക്ടറെ പറ്റി തമാശയായിട്ട് പറയാറുണ്ട്, കഴുത്തിലാണ് സ്റ്റെപ്പ് വെക്കുക, ചെവിയിൽ വെക്കാറില്ല. കഴുത്തിൽ വെച്ചാലും മതി, അതിങ്ങനെ പിടിച്ചിട്ട് ഇരിക്കൊന്നുമില്ലട എന്നൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതുവരെ ഉണ്ടായിരുന്ന ടെൻഷൻ മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് കളയാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ദൈവികതയുണ്ടല്ലോ. ആ ദൈവികതയ്ക്കാണ് നമ്മൾ ആ തിരുസന്നിധിയിൽ ചെല്ലുന്നതും അനുഭവിക്കുന്നതും എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഭാസ്കർ ഡോക്ടർ. ഭാസ്കർ ഡോക്ടറിൽ നിന്നാണ് രാമേന്ദ്രൻ ഡോക്ടർ തുടങ്ങുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്കറിയാം ഭാസ്കരൻ ഡോക്ടർ പേരാവൂരിലല്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കുടുക്കിമുട്ടയിലാണ് ഇവരുടെ തറവാട്. നിങ്ങൾ കണ്ണൂരിലേക്ക് ബസ് പോകുമ്പോൾ ബഹുമാന്യനായ അനന്തൻ മാസ്റ്ററുടെ ഒരു സ്മാരകം ഇപ്പോഴെങ്കിലും ഡോക്ടർ പൊളിച്ചാൽ അത് ഡിമോളിഷ് ചെയ്ത് വീണ്ടും വരുമ്പോൾ പറഞ്ഞു റോഡ് വീതി കൂട്ടിയത് കൊണ്ട് പോയതാണ്. ഡോക്ടർ അനന്തൻ മാസ്റ്ററുടെ ഒരു സ്മാരകം അവിടെയുണ്ട്. ആ സ്മാരകം ഡോക്ടർ വി ഭാസ്കറിന്റെയും ഡോക്ടർ രാമേന്ദ്രന്റെയും അച്ഛന്റെ സ്മാരകം. അവരുടെ അമ്മയുടെ പേര് അഭിവന്ധ്യായ നാരായണി എന്നായിരുന്നു. ഇവർക്ക് ഒരുപാട് ഒരു ബ്രദർ, ഇവർക്ക് ഒരു ആണും 3 ആണും 3 പെണ്ണും അടങ്ങിയതാണ് ഇവരുടെ കുടുംബം. ഡോക്ടർ ഭാസ്കരനാണ് ആദ്യമായിട്ട് പേരാവൂരിലേക്ക് വരുന്നത്. ഈ ഭാസ്കരൻ ഡോക്ടർ പേരാവൂരിൽ വന്ന് ഒരു പേര് ഉറപ്പിച്ചപ്പോഴാണ് രാമേന്ദ്രൻ ഡോക്ടർ BSc പാസ്സാവുന്നത്. നിങ്ങൾക്കറിയാം, പണ്ട് BSc പാസ്സായാൽ ഒരാളും ആലോചിക്കാത്ത ഒരു മേഖലയാണ് MBBS. കാരണം അത് വളരെ എക്സ്പെൻസീവാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതിനു പകരം ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു മേഖലയിലേക്കുള്ള യാത്രയാണ് എല്ലാ ആളുകളും തീരുമാനിക്കുക. ഡോക്ടർ രാമേന്ദ്രനും അത് തന്നെയാണ് തീരുമാനിച്ചത്. രാമേന്ദ്രൻ ഡോക്ടർ ഒരു ഡോക്ടർ ആവുന്നതിന് മുമ്പ് ഒരു അധ്യാപകനായിരുന്നു. പലർക്കും അറിയാത്ത ഒരു കഥയാണ്. ഒരു അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാശ് കൊണ്ട് അദ്ദേഹത്തിന് പഠിക്കും. ഞാൻ ചെറുതാക്കി കാണുകയല്ല അതിന്. ഡോക്ടർ രാമേന്ദ്രൻ MBBSന് ചേരുന്നത് ഡോക്ടർ വി ഭാസ്കറിന്റെ നിർബന്ധമുണ്ടാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇന്ദിരേച്ചിയുടെ കൂടെ നിർബന്ധം കൊണ്ടാണ് ഡോക്ടർ രാമചന്ദ്രൻ ആദ്യമായി MBBSന് ചേരാം എന്ന് തീരുമാനിക്കുന്നത്. MBBSന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഞങ്ങളോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. വീട്ടിൽ വന്ന് ഇരിക്കുമ്പോ നീ എന്താണ് ആലോചിക്കാൻ, നീ MBBSന് ചെയ്തു, അതെല്ലാം വലിയ പൈസ ചെലവുള്ള ഏർപ്പാടല്ലേ ഏട്ടാ എന്ന് ചോദിച്ചപ്പോ, പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊന്നും നീ ആലോചിക്കണ്ട, നീ പഠിച്ചാ മതി എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടർ വി രാമചന്ദ്രൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പുണ്യത്തിന്റെ ബാക്കി ഭാഗമാണ് ഡോക്ടർ വി രാമചന്ദ്രൻ. ഡോക്ടർ വി രാമചന്ദ്രൻ പഠിച്ചത് മെഡിക്കൽ കോളേജിലാണ്, നിങ്ങൾക്കറിയാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു. ആ കാലഘട്ടത്തിൽ പേരാവൂരിൽ നിന്ന് പോകുന്ന പലരും അദ്ദേഹത്തിന്റെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാമേന്ദ്രൻ പൂർത്തിയാക്കിയപ്പോൾ വീണ്ടും വന്നത് പേരാവൂരിലേക്കാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഈ നമ്മുടെ ഈ തലശ്ശേരി റോഡില് അല്ലെങ്കിൽ ഇരിട്ടി റോഡില് ആ കെട്ടിടത്തിലായിരുന്നു രാമേന്ദ്രൻ ആദ്യം പ്രാക്ടീസ് തുടങ്ങിയത്. ഒറ്റയാനായിട്ടുള്ള പ്രാക്ടീസ് അല്ല. ഇപ്പം ഭാസ്കരൻ ഡോക്ടറും അപ്പുറം രാമേന്ദ്രൻ ഡോക്ടർ എന്നുള്ള നിലയിലായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രാക്ടീസ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ദീർഘമായ അതിന്റെ ഒരു ചരിത്ര ഗവേഷണത്തിലേക്ക് പോകാത്തത് എന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അവർക്കൊക്കെ ഈ ചരിത്രം എന്നേക്കാൾ ഹൃദിസ്ഥമാണ്.
ഏതൊറക്കത്തും പറയാൻ കഴിയുന്ന ഈ ചരിത്രം നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ദീർഘമായ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകാത്തത്. ഏതായാലും ആ പ്രാക്ടീസ് പിന്നീട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ കൊട്ടിയൂർ റോഡിന്റെ സൈഡിലുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം പ്രാക്ടീസ് മാറ്റി. അതോടൊപ്പം തന്നെ ആ വീടും പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലവും ഒന്നിച്ചായിരുന്നു. പിന്നീട് സെപ്പറേറ്റ് ആയി വീടെടുത്തു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ഭാഗങ്ങൾ. ഇതിന്റെ ഒരു ആത്യന്തികമായി അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾക്കറിയാം. ഡോക്ടർ വി രാമചന്ദ്രൻ തുടങ്ങുന്നത് ഡോക്ടർ വി ഭാസ്കരനിൽ നിന്നതാണ്. അതേ രീതി നിങ്ങൾക്ക് ഒരുപക്ഷെ ഡോക്ടർ രാമേന്ദ്രനിൽ ഡോക്ടർ വി ഭാസ്കരനേക്കാൾ ഡോക്ടർ രാമേന്ദ്രനിൽ കാണാൻ കഴിയുക ഡോക്ടർ വി ഭാസ്കരനെയാണ്. നിങ്ങൾ രാമേന്ദ്രന്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊള്ളും. അവയൊക്കെ ഒരു കോപ്പി സ്റ്റാറ്റ് പോലെ, സാധാരണഗതിയിൽ നമ്മൾ ഒരു കടലാസ് ഒരു കോപ്പി എടുത്താൽ, ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ അത് അതുപോലെ പതിഞ്ഞിരിക്കും. അതുപോലെ പേരാവൂരിലെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതാണ് ഡോക്ടർ വി രാമചന്ദ്രനിലെ ഡോക്ടർ വി ഭാസ്കരൻ. അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധികളും ഏത് മനുഷ്യനോടും ഏറ്റവും അവസാനം വരുന്ന ആളോട് വരെ കാരുണ്യപൂർവം പെരുമാറാൻ കഴിയുന്ന ഡോക്ടർമാർ. നിങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ജീവിതത്തിൽ എത്രയധികം ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്? സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ആളോട് സർജറിയുടെ പകുതിക്ക് വേണ്ടി പകുതി ഭാഗത്തെത്തുമ്പോൾ ഉണർന്നിരുന്ന രോഗിയാണോ വേണ്ടത്, അല്ലെങ്കിൽ മുഴുവനായി ഉറങ്ങിക്കിടക്കുന്ന രോഗിയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്ന അനസ്തേഷ്യസ്റ്റിനെ എനിക്ക് പരിചയമുണ്ട്, എനിക്കറിയാം. അങ്ങനെ ചോദിക്കുന്നവര് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം, കാശിന്റെ കണക്ക് നോക്കി മാത്രം അത് രോഗിയുടെ എല്ലാ അളവുകോലുകളും നിശ്ചയിക്കുന്നവരുടെ ലോകത്തു നിന്ന് വ്യത്യസ്തമായ ഒരു ഡോക്ടറെ പേരാവൂരിന് ലഭിച്ചു എന്നതാണ് പേരാവൂരിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ രാമേന്ദ്രനെ ഇരുത്തിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പുകഴ്ത്തുകയല്ല. നിങ്ങളുടെ ഒക്കെ അനുഭവത്തിൽ അതുണ്ട്. ഒരു ഇത്തിരി കൂടുതലാണ് എന്ന് തോന്നിയാൽ നിങ്ങളോട് തലശ്ശേരിയിലേക്കോ കണ്ണൂരിലേക്കോ പോയിക്കൊള്ളൂ എന്ന് പറയുന്നതിന് പകരം അവിടെയുള്ള ഒരു ഡോക്ടറെ വിളിച്ച് ഞാനിതാ ഒരു രോഗിയെ അയക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾ അവിടെ ഉണ്ടാവണം, അദ്ദേഹത്തെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള ഉദാര മനസ്ഥിതി കാണിക്കുന്ന എത്ര ഡോക്ടർമാർ നിങ്ങളുടെ മനസ്സിലുണ്ട്? ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലൂടെ കടന്നുപോയിക്കൊള്ളൂ. ഒരാളെ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിന്റെ ആദരവാണ് ഈ നാട് ആവർത്തിച്ച് ഡോക്ടർ വി രാമചന്ദ്രൻ 50 വർഷം പൂർത്തിയാക്കിയപ്പോ അദ്ദേഹത്തിന് ഇന്ന് ഞാനും നിങ്ങളും അടക്കമുള്ളവര് മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നൽകുന്ന ഈ ആദരവ്, അതിനോട് ആ ഒരു അനുഭവത്തോടുള്ള, ആ ഒരു സ്നേഹത്തോടുള്ള, ആ ഒരു ദയാവായ്പിനോടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മറുപടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഡോക്ടർ രാമേന്ദ്രന്റെ മക്കളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. വലിയ അനൗചിത്യമാകും മക്കളെ പഠിപ്പിക്കുന്നതിൽ, മക്കളെ വളർത്തിയെടുക്കുന്നതിൽ, അവരെ ദിശാബോധം സൃഷ്ടിക്കുന്നതിൽ എല്ലാ സർവീസുകളും മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് കിട്ടേണ്ടുന്ന എല്ലാ പ്രാക്ടീസുകളും മാറ്റിവെച്ചുകൊണ്ട് മക്കളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു അമ്മയ്ക്ക് സാധിച്ചാൽ ആ മക്കൾ എന്തായി മാറും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഡോക്ടർ രാമചന്ദ്രന്റെ മക്കളൊക്കെ. അമ്മനതെ, വിമലതെ, അതോടൊപ്പം മകളതെ, എല്ലാം 3 കുട്ടികളും ഡോക്ടർമാരാണ്. ഏറ്റവും അവസാനത്താണ് ഇപ്പൊ MD പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സൗഭാഗ്യം ഏതൊരു കുടുംബത്തിന് കിട്ടും? ആ കുടുംബത്തിന്റെ സൗഭാഗ്യം നിങ്ങളുടെയും എന്റെയും മനസ്സിന്റെ സന്തോഷമാണ് ആ ഒരു സൗഭാഗ്യമായി വന്നിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമറിനെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അമറിപ്പോ രാമേന്ദ്രൻ ഡോക്ടറോടൊപ്പം നമ്മുടെ അഭിമാനമാണ്. 10-24 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അമൽ രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഈ SLC പാസ്സായി പോകാൻ പോകുന്ന, നാളത്തെ പരീക്ഷകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന മക്കളോട് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ഒരു അമൽ രാമചന്ദ്രനെ മാതൃകയാക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം? യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിലുണ്ട് അമൽ രാമേന്ദ്രൻ. ഏറ്റവും നല്ല MBBS ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ആള്
അതോടൊപ്പം MD എടുത്തിട്ടുള്ള ആള്, അദ്ദേഹം യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. ഫുൾ ടൈം ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. സിനിമയുടെ ലോകത്ത് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഈ പ്രാക്ടീസ് 40-45 ടോക്കൺ പോകുന്നു, ഇപ്പൊ ഇവിടെ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ 40ഓളം രോഗികൾ കാത്തു നിൽക്കുന്നു. ഈ പേരാവൂരിന് മാത്രം, കണ്ണൂരിലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ടും 40 രോഗികൾ ഇവിടെ കാത്തു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ആ കാത്തു നിൽപ്പിനോടൊപ്പം സ്വന്തം ഡിഗ്രിയോടൊപ്പം സ്വന്തം നേട്ടങ്ങളോടൊപ്പം അവനവന്റെ ആഗ്രഹങ്ങളെ കൂടി പൂർത്തീകരിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു നല്ല വിദ്യാർത്ഥിയാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാം ത്യജിച്ച് ഞാൻ ഈ വഴിയെ എന്ന് പോകുന്ന സന്യാസമല്ല വിദ്യാഭ്യാസം. മറിച്ച് എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി തൃപ്തിപ്പെടുത്താൻ ഞാനിതാ ഈ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നുവെന്നും ആ വഴിയിലെ പാർശ്വങ്ങളിൽ നിൽക്കുന്നവരെ കൂടെ കൊണ്ടുപോകുന്നു എന്നും പറയാൻ കഴിയുന്നതാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസമാണ് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നല്ല ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവില്ലേ, നല്ല പോലെ പാട്ട് പാടുന്ന കുട്ടികളുണ്ടാവും, നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുണ്ടാവും. ഇവയൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടവയാണ് ജീവിതത്തിൽ എന്ന തെറ്റിദ്ധാരണ വേണ്ട. മറിച്ച് ഇവയൊക്കെ കൂടെ കൊണ്ടുപോകാൻ കഴിയണം. ഈ കൂടെ അവയൊക്കെ നടന്നു വരുമ്പോഴും തന്റെ ഉത്തരവാദിത്വവും ദൗത്യവും മറന്നു പോവാതെ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന ഒരു നല്ല വിദ്യാർത്ഥിയാണ്. ഡോക്ടർ അമറിനെ കുറിച്ച് ഒന്നുകൂടി പറയട്ടെ. അദ്ദേഹത്തിന്റെ കോളേജിലെ ചെയർമാനായി രാമേന്ദ്ര ഡോക്ടർ അവസാന നിമിഷത്തിലാണ് അറിഞ്ഞത് ഇദ്ദേഹം ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുവെന്ന്. അപ്പൊ ചോദിച്ചു, നീ ഏത് പാർട്ടിയുടെ ആളെ? പാർട്ടിയില്ല, ഞാൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് അച്ഛ എന്ന് പറഞ്ഞു. എടാ, സ്വതന്ത്രനായിട്ട് മത്സരിച്ച് കഴിഞ്ഞ് ജയിക്കൂലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി മത്സരിച്ചോ. എന്തായാലും സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് ഒരാൾ ജയിക്കൂലല്ലോ. അങ്ങനെ അതും ജയിച്ചു. വളരെ ഭംഗിയായി കോളേജിന്റെ ചെയർമാനായി, ആർട്ട് സെക്രട്ടറിയായി, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ദിശകളിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ അപൂർവതയാണ് രാമേന്ദ്രൻ ഡോക്ടറുടെ മകൻ എന്ന നിലയിലല്ല അമൽ രാമചന്ദ്രൻ, അതിലും ഇമ്മണി മേലെയാണ് എന്ന് അഭിമാനത്തോടുകൂടി ഒരച്ഛന് ഓർക്കാൻ കഴിയുന്ന ഒരു നിലയിലാണ് ഇന്ന് അമൽ രാമേന്ദ്രൻ. അദ്ദേഹം ഇന്ന് നന്നായി പ്രാക്ടീസുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർമാരിൽ ഒരാൾ. അതോടൊപ്പം തന്നെ ഈ പാഷൻ ഒക്കെ കൂടെ കൊണ്ട് നടക്കാൻ, ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള വഴികൾ കണ്ടെത്താൻ, അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നമ്മളൊക്കെ തിരക്കുള്ള മനുഷ്യരല്ലേ. എന്തൊക്കെ ഒന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്തൊരു തിരക്കാന്നറിയില്ല. ഇദ്ദേഹത്തിന് തിരക്കില്ല. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യേണ്ടടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കൃത്യമായി കളിക്കേണ്ടതൊക്കെ കളിക്കുന്നുണ്ട്, അതിനേക്കാൾ മനോഹരമായി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ വളർന്നു വരാൻ കഴിയുന്ന മക്കൾ ഉണ്ടാവുക എന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യങ്ങളുടെ നിറവിലാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട അതിഥി ഡോക്ടർ ബി രാമചന്ദ്രനും അതോടൊപ്പം ബഹുമാന്യയായ നമ്മുടെ വിനയേച്ചിയും ഒക്കെ നിൽക്കുന്നത് എന്നാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ പറയുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പണം മുടക്കിയതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ രാമേന്ദ്രൻ തുടങ്ങിയതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം. ഓർമ്മയുണ്ടാവും. കോരാട്ടനും അതോടൊപ്പം കുഞ്ഞിരാമേട്ടനും ബാലേട്ടനും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ഒക്കെ പിന്നിൽ നിന്നുകൊണ്ട് അതോടൊപ്പം അവരെ ഏറ്റവും നല്ല നിലയിൽ പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മുടെ അമ്പലത്തിന് ഒരു നല്ല ഒരു പിന്തുണ നൽകാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിന്റെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, JP ഇവിടെ ഉണ്ട്. അന്നത്തെ ട്രസ്റ്റി ബോർഡിലെ ഏറ്റവും ജൂനിയറായ ഈ പയ്യനെല്ലാം എന്തിനാ ട്രസ്റ്റി ബോർഡിൽ എടുത്തത് എന്ന് ആളുകൾ പറയുന്ന രീതിയിൽ ചെറിയ പയ്യനായിരുന്ന JP ഡോക്ടർ വി ഭാസ്കറിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായി അന്ന് ട്രസ്റ്റി ബോർഡിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റി ബോർഡിന്റെ കാലം കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് ഇന്ന് രാമേന്ദ്രൻ ഡോക്ടർ നയിച്ച് ഇന്ന് മറ്റ് തലങ്ങളിലേക്ക് അത് എത്തുമ്പോഴും അതിന്റെ നെടും തൂണായി നിൽക്കുന്നത് രാമേന്ദ്രൻ ഡോക്ടർ തന്നെയാണ് എന്നതാണ് നമ്മുടെ അനുഭവം. അത് മാത്രവുമല്ല, വിരലിലെണ്ണാവുന്ന സാമൂഹ്യ പ്രവർത്തനം. ഞാനൊരു സെക്രട്ടറി ആയി നിൽക്കുന്ന ശാന്തിനികേതൻ സ്കൂളിന്റെ നെടുത്തു
ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചാൽ അത് കേരളത്തിൽ അയക്കുകയോ ഇരിട്ടിയിൽ അയക്കുകയോ ചെയ്താൽ മാത്രമേ നടക്കൂ എന്ന് പറഞ്ഞിരുന്ന കാലത്ത് പേരാവൂരിൽ സ്വന്തമായ ഒരു സ്കൂൾ തുടങ്ങാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള ആ ഒരു ഉന്നതമായ ഈ പേരാവൂരിനോടുള്ള പ്രണയം, അവയൊക്കെ രാമേന്ദ്രൻ ഡോക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ആദരിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോഴും നമ്മൾ സ്വയം ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുഭവം. ഒരു ദീർഘമായ കാലയളവിൽ പേരാവൂരിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും അതിന്റെ എല്ലാ നിലയിലും മുന്നോട്ട് നയിക്കാൻ രാമേന്ദ്രൻ ഡോക്ടറെ പോലുള്ള ഒരാള് മുന്നിൽ നിന്ന് നയിക്കാനുണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് ദീർഘമായ ഒരു കാലഘട്ടം വരെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇനിയും 100 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട്, അതോടൊപ്പം എൻ്റെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള സുഹൃത്തുക്കൾ അവരൊക്കെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളുണ്ടായിട്ട് ഒരു കഥയും കൂടി പറയാൻ അവസാനിക്കും. സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഫാനിലൊക്കെ കെട്ടി ആത്മഹത്യ ചെയ്യാണ്. മാർക്ക് കുറഞ്ഞു പോയാൽ ഒരു ആത്മഹത്യ, മാർക്ക് കൂടിപ്പോയിട്ട് അത് മറ്റുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ ആത്മഹത്യ. ഇതൊക്കെയാണ് ആത്മഹത്യ. നിങ്ങൾ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിംഹം ഒരു മുയലിന്റെ പിന്നാലെ ഓടി എന്ന് വിചാരിക്കുക. മുയലിന്റെ പിന്നാലെ ഓടിയിട്ട് സിംഹത്തിന് മുയലിനെ കിട്ടിയില്ല. എന്താ ചെയ്യാം മുയല്? അല്ല, സിംഹം എന്താ ചെയ്യാം? അപ്പൊ പോയി ഫാനിൽ ഒരു കയറും കെട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാം? ഇല്ല, മുയല് പിന്നെയും ഓടിക്കും. ആ സിംഹം പിന്നെയും മുയലിനെ ഓടിക്കും. പിന്നെയും കിട്ടൂല, പിന്നെ ഓടിക്കും, പിന്നെ കിട്ടൂല. ഇങ്ങനെ ഒരു 100 പ്രാവശ്യം മുയല് ഓടിച്ചിട്ടാണ് മുയലിനെ ഓടിച്ചിട്ടാണ് അവസാനം സിംഹം അതിനെ പിടിക്കുക. അല്ലെ? ഏതെങ്കിലും ഒരു സിംഹം ആത്മഹത്യയായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളൊക്കെ 1000 വട്ടം വീണിട്ടാണ് നടക്കാൻ പഠിച്ചത്. പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും എന്നുള്ളതാണ് നമ്മോട് കവി പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തൊടുമ്പോഴും തിരിച്ചറിയുക, നിങ്ങൾ ജീവിതത്തെ പ്രണയിക്കാൻ പഠിച്ചാൽ മാത്രമേ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ജീവിതം അനന്തമായ ഒരു സമസ്യയാണ്. ഇത്രയും സുന്ദരമായ ഒരു ലോകം വേറെയില്ല. അങ്ങ് മരിച്ചിട്ട് എന്തെല്ലോ വഴിയൊക്കെയോ പോകുന്നതിനെ പറ്റിയൊന്നും വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള ജീവിതം സുഖമായി ജീവിച്ചു തീർക്കുന്നതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മം. ആ ജീവിതത്തിൽ ഒരു മാതൃകയായി, ഒരു വഴികാട്ടിയായി പേരാവൂരിൽ പ്രതിഷ്ഠിക്കാനുള്ള ഒരു പഴയ തലമുറയിലെ രാമേന്ദ്രൻ ഡോക്ടറെയും ഒരു പുതിയ തലമുറയിലെ അമർ രാമേന്ദ്രനെയും പരിചയപ്പെടുത്തി എന്ന ഔദ്യോഗികത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അധ്യക്ഷൻ ഇ വി നാരായണൻ മാസ്റ്റർ, സ്വാഗതം പറഞ്ഞ രഘുനാഥൻ മാസ്റ്റർ, ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതിയും പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. സമയം വൈകി. ഞാനിവിടെ വരാതിൻ്റെ കാരണം ഇങ്ങനെയൊരു ആദരവ്, ഇങ്ങനെയുള്ള ഒരു ഈ നാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ആദരവ് എൻ്റെ സംഘടനയിൽപ്പെട്ട ഒരു യൂണിറ്റ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ സാന്നിധ്യമെങ്കിലും ഇവിടെ വേണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം എൻ്റെ വീട്ടിൻ്റെ ഒരേ വീട് പോലെ കരുതുന്ന എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൽ ഒരു ആസന്ന നിലയിൽ വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് എനിക്ക് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ രാമേന്ദ്രൻ ഡോക്ടറെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രത്തോളമൊന്നും എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയില്ലായിരുന്നു. ഈ രാമേന്ദ്രൻ ഡോക്ടറെ പറ്റി മുമ്പേ കേട്ടിരുന്നുണ്ട്, ധാരാളം കേട്ടിരുന്നുണ്ട്. ഭാസ്കരൻ ഡോക്ടറെ ആണെങ്കിൽ നേരിട്ട് പരിചയമുണ്ട്. ഞങ്ങളുടെ ഒരു കുടുംബ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെക്കാലം എൻ്റെ അച്ഛൻ്റെയൊക്കെ ഒരു സുഹൃത്ത് കൂടിയായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ നാട്ടിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരൊക്കെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു വലിയ സന്തോഷം തോന്നി. എൻ്റെ യൂണിറ്റ് ഇവിടെ അങ്ങനെയുള്ള ആദരവ് കൊടുക്കുമല്ലോ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ ഈ കൊച്ചുമക്കൾക്ക് ഇവിടെ
SLC +2 ഉണ്ടോയെന്നറിയില്ല. SLC എല്ലാ വിഷയങ്ങളിലും A+ മാർക്ക് നേടിയ SLC കുട്ടികൾക്കുള്ള ഒരു മെമൻറ്റോ കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്യാഷ് പ്രൈസും കൊടുക്കുന്നുണ്ട് എന്ന് നാരായണൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതും വലിയ സന്തോഷം തോന്നി. അവർക്ക് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കൊടുക്കുന്ന ഒരു അനുഗ്രഹമായി കണക്കാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ രാമേന്ദ്രൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടിയന്തരമായിട്ടും എനിക്ക് പോകേണ്ടത് കൊണ്ട് തൽക്കാലം നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറ്റൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബ്ലോക്കിന്റെ സെക്രട്ടറി 4 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ വർഷം വരെ. ചില സാങ്കേതിക കാരണങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലും തൽക്കാലം ഞാൻ ഇതിൽ നിന്ന് മാറി. എന്നാലും സീനിയർ സിസ്റ്ററിന്റെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സീനിയർ സിസ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പറഞ്ഞു പോകുന്നത് ഉദ്യോഗസ്ഥന്മാരുടെയും ആധികാരികളുടെയും ഒരു മുഖമുദ്ര മാത്രമാണ്. എന്നാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം കിട്ടുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊക്കെ ഇങ്ങനെ നിൽക്കാനല്ലാതെ വയസ്സന്മാരായിട്ടുള്ള നമുക്ക് ഇന്നത്തെ ജനസംഖ്യയിൽ ഏകദേശം 25% വൃദ്ധരാണ്. അവരുടെ പരിരക്ഷയാണ് സർക്കാരും മറ്റുള്ള മേലധികാരികളും ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മളുടെ വയസ്സന്മാർ ഇനി ആർക്കും വേണ്ട. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാലം മുഴുവൻ നാട്ടിനും നാട്ടുകാർക്കും കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയൊക്കെ സേവനം നടത്തി അവസാനം നമ്മളൊരു കറിവേപ്പില പോലെ ആവുന്ന ഒരു കാലഘട്ടം. ഇത് മാറ്റിക്കൊണ്ട് വേണം നമ്മൾ ഇനി മുമ്പോട്ട് പോകാൻ. സംഘടനയ്ക്ക് എല്ലും നഖവും ഇല്ലാതെ ഒരു സംഘടനയുടെ മെമ്പർമാരായിപ്പോയി എന്നതുകൊണ്ട് നമ്മളെ അവഗണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മുടെ പല മേഖലകളും നമ്മുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുറവിളി കിട്ടുന്നപ്പോൾ അതൊന്നും പ്രതികരണങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം, റെയിൽവേയിൽ പ്രായമായിട്ടുള്ളവർക്കുള്ള ഇളവ് ഇന്നും പുനഃസ്ഥാപിച്ച് കിട്ടിയിട്ടില്ല. ഒരുപാട് വൃദ്ധ മന്ദിരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും വേണ്ടിടത്തോളം നമുക്കുള്ള പരിരക്ഷയും കിട്ടുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ വൃദ്ധര് 60 കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾ ഇപ്പോൾ നാടിനോ വലിയൊരു ഭാരമായി പോയ പോലെയാണ് സർക്കാർ കാണുന്നത്. നമുക്കിതിനൊരു മാറ്റം വരുത്തണം. ഞാൻ ചുരുക്കത്തിൽ പറയാം, നമ്മുടെ സംഘടന കേരള സീനിയർ സിറ്റിസൺ ഫോറം സംഘടിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് അല്പസ്വല്പം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാണ് പറയാനുള്ളത്. 5000 രൂപ പെൻഷൻ വേണമെന്ന് നമ്മൾ ഉറവിടി കൂട്ടിയിട്ട് കാലങ്ങൾ കുറയായി. ഇപ്പോഴും നിൽക്കുന്നു 1600 തന്നെ. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ സംഘടന ശക്തമാവുകയും സംഘടനയുടെ പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഊർജ്ജതരമായി മുമ്പോട്ട് പോകണമെന്നാണ് എനിക്ക് വലിയ വേദന പറയാനുള്ളത്. മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഇവിടെ ഈ കേരള സീനിയർ സിറ്റിസൺ പേരാവൂർ യൂണിറ്റ് വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ 3-4 മാസങ്ങൾക്ക് മുമ്പേ വന്നപ്പോഴും ഈ വൈറ്റ് വാഷ് ചെയ്തു നല്ല രീതിയിലാക്കി കഴിഞ്ഞ് ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഇതിന്റെ മുറ്റത്തുള്ള ഒരു നല്ല രീതിയിൽ ഇന്റർലോക്കൊക്കെ ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ പ്രിയങ്കരിയായ ഇന്ദിരക്ഷയാണ്. ഏതായാലും ഈ കെട്ടിടം നമ്മുടെ പ്രിയങ്കരനായ ആയിരുന്ന ഭാസ്കർ ഡോക്ടറുടെ പേരിൽ ഇത്ര ഭംഗിയായി സൂക്ഷിച്ചുകൊണ്ടും ഭംഗിയായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഈ പേരാവൂർ യൂണിറ്റിന്റെ പ്രത്യേകിച്ച് ഇതിന്റെ പ്രസിഡന്റ് നാരായണ മാസ്റ്റർ, മറ്റു നാരായണൻ എന്ന് വേണ്ട എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായിട്ടുള്ള വയോജനങ്ങളാണ്. അവർക്ക് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടറുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ രാമേന്ദ്രൻ ഡോക്ടറുടെ 50 വർഷത്തെ ദീർഘമായ 50 വർഷത്തെ ആതുര രംഗത്തുള്ള ആ നല്ല ഓർമ്മയിൽ നമ്മൾ അദ്ദേഹത്തിന് ആദരവ് നൽകുകയാണ്. ഞാൻ രാമേന്ദ്രൻ ഡോക്ടറോട് ചോദിച്ചു, വയസ്സെത്രയായി? 79 ആയിട്ടുള്ളൂ. ഇനിയും വർഷങ്ങളെത്രയുണ്ട്? അപ്പോ ഞാൻ പറഞ്ഞത് രാമേന്ദ്ര ഡോക്ടറെ ആദ്യമായി കാണുന്നത് ഒരു ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ അവിടെ ചെന്ന് ഞാൻ നമ്മുടെ നാരായണനും
അദ്ദേഹം ഞാൻ ചോദിച്ചു ആരാണ് ഈ രാമേന്ദ്ര ഡോക്ടർ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ. അതേ എടുക്കുന്നു, അദ്ദേഹമാണ് ഒരു പച്ചയായ മനുഷ്യൻ. ഞാൻ ചിന്തിക്കുക ഒരു ഡോക്ടർ, ഞാൻ അതിശയപ്പെട്ടു പോയി. ഇതാണോ ഡോക്ടർ എൻ്റെ മനസ്സിൽ? അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ആ വേഷം അയലിമാ എന്നോട് സംസാരിച്ചു, നിങ്ങളെന്താ വന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സീനിയർ സിറ്റിസൺ ഒരു പരിപാടി ഈ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട് സാർ, ഞങ്ങളതിനൊരു ആശംസ അർപ്പിക്കാൻ വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എല്ലാ സമയത്തും നിങ്ങളെ കൂടെ ഉണ്ട്, പിന്നെ ഞാനെന്താ പ്രത്യേക ഒരു ആശംസ. അപ്പോ യാതൊരു സേവനം ഒരു രോഗി എന്നാൽ അദ്ദേഹത്തിന്റെ എന്താണ് പറയാ രോഗിയോടുള്ള സമീപനം, സാമ്പത്തികമായിട്ട് ആരെങ്കിലും ചെന്നാൽ ആ സമീപനം, ദൈവികമായ കാര്യത്തിൽ ചെന്നാലുള്ള സമീപനം എന്ന് വേണ്ട സർവത്ര മേഖലകളിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ മനുഷ്യനെ എങ്ങനെ നമുക്ക് ആദരവ് കൊടുക്കാതെ ഒഴിവാക്കാൻ പറ്റും? പേരാവിന്റെ മുഖമുദ്രയിൽ 1-ാം സ്ഥാനത്ത് ഭാസ്കരൻ ഡോക്ടറും പിന്നീട് നമ്മളോടുള്ള യാത്രയും കേവലം എൻ്റെ ഓർമ്മയിലുള്ള 4-5 പേരുണ്ട്. അതേ ഒന്ന് നമ്മുടെ 1-ാം സ്ഥാനത്ത് ഭാസ്കരൻ ഡോക്ടർ തന്നെയാണ്. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ വായനൂരിൽ താമസാക്കിയ സമയത്ത് അവിടുന്ന് നടന്നു വരും. ഡോക്ടറുടെ വന്നിട്ട് തരുന്നത് ചുവന്ന വെള്ളം. എല്ലാവരും പറയും ആ കുടിക്കാൻ പറ്റുള്ളൂ. ഡോക്ടറും പറഞ്ഞു ഇത് മതി, എനിക്കൊരു സുഖമില്ല, ഇത് കഴിച്ചാൽ മതി. വയറ്റിന് പോക്കാനും ശരി പനിയാനും ശരി എന്ത് രോഗത്തിന് തരുന്നത് ഡോക്ടർ തരുന്നത്. അന്ന് മാർക്ക് ചെയ്ത ഒരു 6 ounce കുപ്പിയുണ്ട്, അതിലിങ്ങനെ മാർക്ക് വരും 1 ounce. ആ മുഖം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. അത് മാഞ്ഞു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മറ്റൊരാളായിരുന്നു നമ്മുടെ CM കുഞ്ഞീശ്വരൻ നമ്പ്യാർ, കുഞ്ഞീശ്വരൻ മാസ്റ്റർ. അദ്ദേഹം ഞാൻ കണ്ടൊരു മനുഷ്യനാണ്. ഈ പേരാവൂരിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരുടെ ഇഷ്ടപ്പെട്ടയാണ് അദ്ദേഹം. മറ്റൊരു നമുക്ക് ഓർക്കാൻ പറ്റുന്നത് ജിമ്മി ജോർജ്, തൊണ്ടിയിൽ നമുക്കറിയാം, അകാലത്തിൽ പൊലിഞ്ഞുപോയ ആ മനുഷ്യൻ. മറ്റൊന്ന് നമ്മുടെ കുഞ്ഞന്തൻ മാസ്റ്റർ നമുക്കറിയാം, തിരുവോണപ്പുറം കേന്ദ്രീകരിൽ. മറ്റൊന്ന് ഇവിടെ ബാങ്കിന്റെ സ്ഥാപകൻ PK ബാലൻ. അദ്ദേഹം ഒരുപാട് കാലം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി, സഹകരണ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അതിലൊരുപാട് കാലം സേവനം നടത്തി നമ്മളിൽ നിന്ന് അകന്നുപോയി. മറ്റൊന്ന് കുഞ്ഞിരാമൻ നായർ, അദ്ദേഹം ഒരു വ്യക്തി, ചിരുതൈക്കുട്ടി ടീച്ചർ, തങ്കം ഡോക്ടർ എന്ന് വേണ്ട പേരാവൂർ എന്ന് പറയുമ്പോൾ പ്രഗത്ഭരുടെയും അതീവമായി വളർത്തിയെടുത്തവരുടെ, പേരാവൂരിനെ വളർത്തിയെടുത്തവരുടെ ലിസ്റ്റിൽ എൻ്റെ ഓർമ്മയിൽ വന്നവരാണ് മാത്രം ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഓർക്കാതെ വയ്യ. അപ്പോൾ അങ്ങനെ ഓർത്തു വരുമ്പോൾ ഭാസ്കരൻ ഡോക്ടർ നമ്മുടെ മുമ്പിൽ നിന്ന് മാഞ്ഞുപോയെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ അതേ രൂപത്തിലും ഭാവത്തിലും കാണുന്ന നമ്മുടെ രാമേന്ദ്ര ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഈ ആദരവ് ഒരിക്കൽ കൊടുത്താൽ പോരാ, ഇനിയും ഓരോ വർഷം കഴിയുമ്പോഴും കൊടുക്കണം. 51ാമത്തെ വർഷത്തെ സേവനം പൂർത്തിയാകുന്ന നിലക്ക് ഇതാ ഞങ്ങളുടെ ആദരവ്. അദ്ദേഹം ഒരു പച്ചയായ ഡോക്ടർ, ആരോടും പുഞ്ചിരിക്കുന്ന മുഖം. ഹോസ്പിറ്റലിൽ ഞാൻ ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഡോക്ടറെ കണ്ടിട്ടുള്ളൂ. ആരോടും തന്നെ ഒരേ എങ്ങനെ സംസാരിച്ചാലും ഡോക്ടറുടെ ഭാവം അതൊക്കെ നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് പറയാണ്. അദ്ദേഹം എന്താണ് പറയുക, അങ്ങനെയുള്ള നേരത്തെ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഡോക്ടർമാർ ഇന്നും ഇല്ല. എല്ലാം പൈസയ്ക്ക് വേണ്ടി എന്തേ പറയുന്നത് കാരണം ഡോക്ടർമാർ ഇന്ന് ലോകത്ത് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ നമ്മുടെ പേരാളുള്ളത് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനും ചുറ്റുപാട് പ്രത്യേക വിശേഷം ഞാൻ പറയുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഡോക്ടർ ഉണ്ടോന്ന് സംശയിക്കുന്നു. അദ്ദേഹത്തിന് എൻ്റെ ഇനിയും ഒരുപാട് കാലം നമ്മളോടൊത്ത് നമുക്ക് വേണ്ടി സേവനം ചെയ്ത് നമ്മെ നന്മയിലേക്ക് നയിക്കുവാനും ആരോഗ്യ മേഖലയിൽ നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്കുവാനും ഉള്ള ദീർഘായുസ് ഭഗവാൻ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. മറ്റൊരു വ്യക്തിത്വത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ മകൻ അമൻ രാമേന്ദ്രൻ. അമൻ രാമേന്ദ്രൻ എനിക്ക് പടങ്ങളിലും ഇങ്ങനെയുള്ള ചിത്രത്തിലും മാത്രമേ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് നേരിട്ട് പരിചയമില്ല. അദ്ദേഹത്തെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയാ വിദഗ്ധമായ ചികിത്സ, വളരെ ആൾക്കാർക്ക് എന്നും തിരക്കുള്ള
മനുഷ്യൻ. ഒരുപാട് സിനിമയിലും കലാരംഗങ്ങളിലും ഇപ്പോൾ 24 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു എന്നാണ് രാമേന്ദ്രേട്ടൻ. ഒരു സിനിമ സ്വന്തമായി ഞാൻ ചോദിക്കുന്നു, ഒരു ഡോക്ടർക്ക് വന്ന സമയം ഒരു സിനിമ ഉണ്ടാക്കാൻ അത്ര എളുപ്പമാണല്ലോ, അതിൽ അഭിനയിക്കാൻ എളുപ്പമാണ്. ഇപ്പൊ പറയുന്ന 51 ഡോക്ടർ 3 മണി മുതൽ വന്നു നിൽക്കുന്നു ഈ രോഗികളെ നോക്കാനുള്ള സമയം. പക്ഷേ അദ്ദേഹം കാണുന്നു സമയം ഞാൻ എൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടി അദ്ദേഹം ഇന്നും പേരാവൂരിലും കണ്ണൂരിലും പ്രശസ്തമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും അമരരാമൻ രാമേന്ദ്രൻ ഡോക്ടറുടെ മകൻ ആ ഒരു എന്താ പറയാ ആ ക്രെഡിറ്റ് അതേ രാമേന്ദ്രൻ ഡോക്ടർക്കുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ അമർ രാമേന്ദ്രനും നമ്മുടെ മനസ്സിൽ മായാതെ മുദ്രയായി മായാതെ എന്നും നിലകൊള്ളും. അദ്ദേഹത്തിന്റെ സേവനം ഈ നാടിനും നാട്ടുകാർക്കും നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ ഡോക്ടറെ പറ്റിയാണ് സംസാരിക്കുന്നത്. സർ അമർ രാമേന്ദ്രൻ ഇദ്ദേഹത്തെ കഴിഞ്ഞത് എന്റെ ഭാഗ്യം നോക്കണം, ഇത്ര പേരും സംസാരിച്ചിട്ട് ആരും കാണില്ല. അമർ രാമേന്ദ്രന്റെ മുമ്പിലെത്തി. ഡോക്ടർ ഞാൻ കുറച്ചു കാര്യങ്ങളെ പറ്റി അറിഞ്ഞു, അത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളുടെ സേവനം ഇനിയും ഈ പേരാവൂരിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലും ഈ അറിയപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും നല്ല രീതിയിൽ എത്തിപ്പെടട്ടെ എന്ന് ആശിക്കുന്നു. ഡോക്ടറിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ദീർഘായുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജനങ്ങളെ സേവിക്കുവാൻ ഭഗവാൻ കരുത്ത് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു മേഖല നമ്മുടെ വിദ്യാർത്ഥികളാണ്. ഇപ്പൊ 6 വിദ്യാർത്ഥികളെ മാത്രമേ ആദരിച്ചിട്ട് കാണുന്നുള്ളൂ. ഞാൻ കടന്നു വരുമ്പോൾ എന്നോട് പുറമേ നിന്നൊരു വ്യക്തി നോക്കി എന്താ ആരും അത് ശരിയല്ല. A+ SSLCക്ക് നല്ല വിജയം ഇതൊക്കെ കാണി എല്ലാ കുട്ടികളെയും ആദരിക്കണം. ഈ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ 2ാം പൗരന്മാരാണോ? ഞാൻ പറഞ്ഞു വയോജനങ്ങളാണ് ആദരിക്കുന്നത്. സാമ്പത്തികമായിട്ട് പിന്നിലോട്ട് നിൽക്കുന്നവരാണ് വയോജനങ്ങൾ. അവരാണ് ഈ കുട്ടികളെ ആദരിച്ച് ഇന്ന് അവർക്ക് മൊമെന്റും ക്യാഷ് അവാർഡ് കൊടുക്കുന്നത്. അതിന് നിങ്ങൾ തർക്കുത്തരം പറയരുത്. ഏതായാലും നിങ്ങൾ തീരുമാനിച്ചല്ലേ അത് കൊടുക്കുക. പക്ഷേ നിങ്ങൾ അതിന്റെ സംഘാടകരോട് പറയണം A+ കിട്ടിയ മുഴുവൻ കുട്ടികൾ. അപ്പോൾ ഞാൻ ചോദിച്ചു പേരാവ് അടുത്തത് അമർ രാമേന്ദ്രനാണ്. അമർ രാമേന്ദ്രനെ ആദരിക്കുന്നവർക്ക് ഏറ്റവും സീനിയറായിട്ടുള്ള സുകുമാരനാണ്. അദ്ദേഹം പേരാവൂരിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കേറെ സന്തോഷമുണ്ട് സുകുമാരേട്ടനെ ഈ ദൗത്യം ഏൽപ്പിക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും വെയിറ്റ് ചെയ്യിപ്പിച്ച് ക്ഷമിക്കുന്നു. ലേറ്റ് ആയത് കാരണം ഞാനിവിടെ എത്താൻ തന്നെ ഒരു 1.5 മണിക്കൂർ വൈകി ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ അത്ര നേരം വെയിറ്റ് ചെയ്ത് പേഷ്യൻസിനെ വേഗം വിടണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയത്. ഇങ്ങനൊരു ആദരവ് സ്വീകരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അതും ഇതിൽ മിക്കവരും ആക്ച്വലി പപ്പയുടെ പപ്പാന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കുന്ന അച്ഛൻ്റെ ഏട്ടനെയാണ്, ഭാസ്കർ ഡോക്ടറാണ്. അപ്പം പപ്പയുടെ ഒരു ഹോളിൽ വെച്ചിട്ടും അതുപോലെ പപ്പയെ കൂടുതൽ അടുത്ത് അറിയുന്നവരുടെ അടുത്ത് തന്നെ സ്വീകരിക്കാൻ പറ്റിയത് വളരെ വളരെ സന്തോഷം. ഇവരെന്ന് പറയുന്നത്
പറയുന്നില്ല. നന്ദി. സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, കാരണം നമ്മളെല്ലാവരും പ്രായമുള്ളവരാണ്, വാർദ്ധക്യത്തിലെത്തിയവരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് സമ്മതിക്കില്ല. കാരണം വെച്ചാൽ എത്ര പേരുണ്ട് നമുക്ക് വയസ്സായി എന്ന് പറയാൻ തയ്യാറുള്ളവർ? എല്ലാവരും പറയുന്നത് ഇപ്പോഴും നമുക്ക് വയസ്സായിട്ടില്ല. ആരെങ്കിലും ഒരു 70 വയസ്സുള്ള ഒരാൾ എനിക്ക് വയസ്സായി, ഞാനിനി ഒന്നിനുമില്ല എന്ന് പറയുമോ? ഇല്ല. വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും നാട്ടിലെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഭംഗിയായി ചെയ്യാൻ തയ്യാറുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നിങ്ങളൊരു 4 ദിവസം വയ്യ എന്ന് പറഞ്ഞ് ഒരു നല്ല സോഫയിലോ അല്ലെങ്കിൽ ഒരു കസേരയിലോ അത് ഇരുന്ന് കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം കട്ടിലിൽ കിടക്കാൻ തോന്നും. കട്ടിലിൽ 10 ദിവസം കിടന്നു കഴിഞ്ഞാൽ ചുരുണ്ട് കിടക്കാൻ തോന്നും. പിന്നെ നിങ്ങൾ വയസ്സായി. അതുകൊണ്ട് ആക്റ്റീവായി നിൽക്കാത്തിടത്തോളം കാലം നമ്മുടെ വയസ്സൻ ആവുന്നില്ല. ആക്റ്റീവായി നിന്നാൽ നമുക്ക് ഒരു പ്രായവും തോന്നില്ല. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ പല അസുഖങ്ങളും വരാം. പ്രായമായ ഒരു തെങ്ങ് പ്രായം കൊണ്ട് മാത്രം അതിൻ്റെ കായ്കനികൾ കുറഞ്ഞു പോകുന്നുണ്ട്, ഒരു മാമ്പഴം കുറഞ്ഞു പോകുന്നുണ്ട്, എല്ലാത്തിനും അതുണ്ട്. അങ്ങനെ ഒരു അന്ത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നമ്മൾ വരുത്തി വെക്കുന്നത് നമ്മുടെ ദൈനംദിനമുള്ള പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ ആക്റ്റീവായി നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊരു കുഴപ്പവും വരില്ല എന്നാണ് ഞാൻ ഇപ്പം പഠിച്ചു വരുന്നത്. കാരണം ഇതൊന്നും പണ്ട് പഠിക്കുന്നതല്ല, കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുന്നതാണ്. കാരണം നമുക്ക് വയസ്സായി കഴിയുമ്പോൾ അധികം ആൾക്കാരും ഈ അച്ഛന് രാവിലെ അമ്മക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരു 8 മണിയാകുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ കാപ്പിയെല്ലാം കുടിച്ച് എന്നിട്ട് കുറച്ചും കൂടെ കിടക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ചതോ അല്ലെങ്കിൽ ഒരു പേപ്പർ വായിക്കോ അല്ലെങ്കിൽ TV കാണും, ഒരു സോഫ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എത്ര പേര് രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, പലരുമില്ല. ഇനിയിപ്പോൾ ഇന്നലെ മുതൽ മഴ പെയ്തു, ഇനിയത്തെ ഒരേ ഒരു ഭാഗത്ത് മഴയാണ്, എനിക്ക് നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മഞ്ഞാണ്, എനിക്ക് നടക്കാൻ പറ്റില്ല. അതാണ് പലരുടെയും ചിന്താഗതി. നിങ്ങൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും തണുപ്പാണെങ്കിലും രാവിലെ ഒരു ഉത്തേജക മരുന്ന് എന്നുള്ള നിലയിൽ നമ്മൾ ചെറിയൊരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഞാൻ ജനറലായിട്ട് പറഞ്ഞു മാത്രമേ, പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാവും. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഈ സീനിയർ സിറ്റിസൺസ് ഫോറത്തിൻ്റെ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഈ പേരാവൂരിൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടൻ ഇവിടെ പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. കാരണം കൂട്ടൻ പലപ്പോഴായിട്ട് എന്നിൽ നിന്ന് ഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്രയും നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലെത്തിയിട്ട് ഇത്രയും സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ പോലെയുള്ള നാട്ടുകാരെ കിട്ടിയത് തന്നെയാണ് നമ്മുടെയൊക്കെ ഭാഗ്യം. എനിക്ക് കണ്ണൂരിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയാൽ നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ കണ്ണൂരിൽ പോയാൽ ചെന്ന് കഴിഞ്ഞപാട് ഏകദേശം വൈകുന്നേരം ഒരു 2 മണിക്കോ 3 മണിക്കോ ചെന്നാൽ വളരെ ഒരു സുഖമെല്ലാം തോന്നും. അതും കഴിഞ്ഞിട്ട് ഒരു 6 മണി അങ്ങ് ആകുമ്പോഴേക്കും മടുത്തിട്ടുണ്ടാവും. മടുത്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കാറ് സാധാരണ ചെറിയ AC-യിലുള്ള കാറാണ്. എന്നിരുന്നാലും മേലെ ചൊവ്വെത്തിയാൽ എനിക്ക് അവിടുന്ന് ഗ്ലാസ് താഴ്ത്തിയിട്ട് പുറത്തുനിന്നുള്ള കാറ്റ് കൊണ്ടാൽ മാത്രമേ എനിക്ക് ഒരു നല്ല അന്തരീക്ഷം തോന്നും. അതിനെൻ്റെ പിള്ളേർ പോലും എന്നെ കളച്ചിട്ടവരെ അച്ഛൻ്റെ ഫുഡ് ദേഷ്യം പോയി, അത് രണ്ടാമത് വൃത്തിയാക്കണം, അതിന് ചെലവാണ്, മറ്റേതാണ്. കാരണം നമുക്ക് ഗ്രാമീണ അന്തരീക്ഷത്തിലെ വായുവും ജീവിതവും ഒരു വളരെ നമുക്ക് ഊർജം തരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ്. ഇവിടുന്ന് നിങ്ങൾ തരുന്ന സ്നേഹം ശരിക്കും മനസ്സ് തട്ടിയ ഒരു സ്നേഹമാണ് തരുന്നത്. അതേസമയം ടൗണിലുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സ്നേഹമല്ല. എൻ്റെ മുന്നിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ വേറെ ദിവസം ഏതെങ്കിലും ഒരു നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. ഇവിടെ
പേരാവൂർ വരുന്നത് തന്നെ ഞാൻ ഒറ്റൊരു കാര്യം കണ്ടിട്ടാണ്. അതായത് ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ 7ാം ക്ലാസ് മുതൽ 7 വയസ്സുള്ളപ്പോൾ പേരാവൂർ എത്താൻ തുടങ്ങിയതാണ്. അന്ന് മുതൽ പലപ്പോഴും ഇങ്ങനെ കാണുന്നത് എപ്പോഴും എന്താ വെച്ചാൽ ഭാസ്കരേട്ടൻ്റെ പ്രാക്ടീസും ഭാസ്കരേട്ടൻ്റെ ജീവിതമാണ് കാണുന്നത്. ഭാസ്കരേട്ടനായിരിക്കും ബാക്കി പേഷ്യൻ്റ് നോക്കുന്ന ഭാസ്കരേട്ടനായിരിക്കും, എഴുതുന്ന ഭാസ്കരേട്ടനായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് പുറത്ത് തട്ടി ചിരിച്ച് പറഞ്ഞിട്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പിന്നെ സഹായത്തിന് ആളുകൾ വന്നു. എങ്ങനെയായിരുന്നാലും ഒരു 100, 150, 200 എന്നുള്ള നിലയിൽ ഒരു ദിവസം ആളുകളെ കണ്ട് ഈ കാണുന്ന പേഷ്യൻസിന് മുഴുവനും എന്താ പറയണ്ടത്, അസുഖത്തിന് ഒന്നുകിൽ മരുന്ന് കൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പരിചരണവും വർത്തമാനവും കൊണ്ടാണ് അതൊക്കെ ഗുണം കിട്ടിയത്. അതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മൺ അറിയാം. കാരണം ലക്ഷ്മൺ ഭാസ്കരൻ്റെ കൂടെ കുറഞ്ഞത് ഒരു 10, 20 കൊല്ലം, 20 30 കൊല്ലം എന്ന് പറഞ്ഞ മാതിരി ഉണ്ടായിരുന്നത്. കാരണം അതുപോലെ കണ്ട് ശീലിച്ച് സ്നേഹം കൊടുക്കുന്നത് കണ്ട് പഠിച്ചുകൊണ്ടുമാണ് ഞാൻ. അല്ലാണ്ട് കണ്ണൂരിലൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല. രണ്ടാമതൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏട്ടൻ ചെയ്തത് ആണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായെന്ന് നേരത്തെ പറഞ്ഞില്ല. ആ ഏട്ടൻ നിജമായി പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു റിട്ടയർഡ് അധ്യാപകനായി എവിടെയെങ്കിലും ഒരു മൂലത്ത് പോയിരിക്കുന്ന, ചിലപ്പോൾ ഒരു വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു വായനശാലയിലോ പോയിരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഇതിനു മുമ്പേ എനിക്ക് വയസ്സായിരുന്നു. അതാണ് ഏറ്റവും പ്രത്യേകത. 58 വയസ്സായി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 20 കൊല്ലം റിട്ടയർഡ് പെൻഷനർ എന്നുള്ള നിലയിൽ ഒരു ഇതിൽ എന്താ പറയുക, ട്രഷറിയിൽ പോയി പൈസ വാങ്ങി വരുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള ജീവിതം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതായി. പക്ഷേ ഇന്ന് രാഷ്ട്രീയവും വേണ്ട, ഒരു കാര്യവും വേണ്ട, എനിക്ക് ജനങ്ങളുടെ നടക്കുള്ള ഈ സേവനം കൊണ്ട് എല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ്. കാരണം കുടുംബത്തിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലും എല്ലാം ഒന്നും ഒരു മോശം അഭിപ്രായങ്ങൾ ആരിൽ നിന്നും കേൾക്കാണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇതുമായി തന്നെ നിങ്ങളുടെ ഏവരുടെയും സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും സ്നേഹം നിറഞ്ഞ ഈ പരിചരണങ്ങളും കാണുമ്പോൾ വളരെയധികം തൃപ്തിയുണ്ട്. എന്തായാലും നിങ്ങൾ ഇന്ന് തന്ന ഈ ആദരവിനും ഈ ഊഷ്മളമായ സ്വീകരണത്തിനും എല്ലാവിധ നന്ദികളും തന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ജയിക്കുന്നു. ആരാധ്യരായ വേദിയിലിരിക്കുന്ന എല്ലാവരും, സീനിയർ സിറ്റിസൺ അമരത്തിരിക്കുന്നവർ, അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദരവ്, നമ്മളിപ്പോൾ ആദരവ് കൊടുത്തത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആൾക്കാർക്കാണ് ആദരവ് കൊടുത്തിരിക്കുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞ ഈ നാടിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയങ്കരനായ ഡോക്ടർ രാമചന്ദ്രൻ. സൗമ്യതയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞതും അറിയാൻ ബാക്കിയുണ്ടായിരുന്നതുമെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കുട്ടൻ കെ രാമചന്ദ്രൻ അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു തന്നു. എല്ലാവരും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഡോക്ടറെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് എനിക്ക്. കാരണം ഡോക്ടർ വൈസ്മാൻ ക്ലബിന്റെ അമരത്തിരിക്കുന്ന കാലത്തുണ്ടായ ഒരുപാട് രസകരമായ സംഭവങ്ങളിലുണ്ടായി. അന്നെല്ലാം ചിരിക്കാനും നമ്മളെല്ലാം ഒന്ന് ഒതുങ്ങിക്കൂടി അന്ന് കഴിഞ്ഞ കാലങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് കൂടി കടന്നു പോകുന്നുണ്ട്. സർവോപരി 2003 പ്രതിസന്ധി നിറഞ്ഞ ആ കാലഘട്ടത്തിൽ ഡോക്ടർ എൻ്റെ മുമ്പിൽ ദൈവമായിരുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഊർജമായും സാന്ത്വനമായും പാതിരാത്രിയിൽ പോലും ഡോക്ടർ ഒരു വിളിപ്പുറത്തുണ്ടായിരുന്നു എന്നത് എനിക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഡോക്ടർ പക്ഷെ മറന്നു കാണും. കാരണം ആയിരങ്ങൾക്ക് സ്നേഹ സാന്ത്വനം നൽകുന്ന ഡോക്ടർ
എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ നിമിഷങ്ങളൊക്കെയും. ഈ നിമിഷം അത് നന്ദിയോടെ ഞാൻ ഓർത്തെടുക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഭാസ്കരൻ ഡോക്ടറെയും അദ്ദേഹം ഫോണിൽ കൂടിയുള്ള സ്നേഹ സംഭാഷണം അല്ലെങ്കിൽ സ്നേഹവചനങ്ങൾ, ആശ്വാസങ്ങൾ പകർന്നു കൊടുത്തത് അദ്ദേഹത്തിന് വളരെയധികം സമാധാനവും സന്തോഷവും നൽകിയിരുന്നു എന്നതായിരുന്നു എൻ്റെ സന്തോഷം. പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഭാസ്കരൻ ഡോക്ടറുടെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ നമോഭാഗം, അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ എൻ്റെ പ്രണാമം. ഇനി നമ്മുടെ രാമേന്ദ്രൻ ഡോക്ടർക്ക് ഇനിയുള്ള പ്രവർത്തന മേഖലയ്ക്ക് മാറ്റി കൂട്ടിയെടുക്കുവാൻ അദ്ദേഹത്തിന് ആരോഗ്യം ആവോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. ഇനി നമ്മുടെ ഡോക്ടർ അമർ രാമേന്ദ്രൻ, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഒരുപാട് ഉത്തരവാദിത്തമുള്ള, ഒരുപാട് എന്താ പറയുക, മഹത്വമുള്ള ഒരു ജോലിയോടൊപ്പം തന്നെ ഉള്ളിലുള്ള സർഗവാസനകളെ പരിപോഷിപ്പിച്ച് അതിനെ വിജയത്തിലെത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഇതിനോടകം തന്നെ അദ്ദേഹം നടനായും നിർമ്മാതാവായും വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉയർച്ചകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പേരാവൂരിന്റെ പേര് ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ കഴിവുകൾക്കും ഇച്ഛാശക്തിക്കും കഴിയുമാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേരുകയാണ് അദ്ദേഹത്തിന് വേണ്ടി. ഞാൻ ഓർക്കുന്നു, 2 വർഷം മുമ്പ് അമർ ഡോക്ടറെ ഞാൻ കോഴിക്കോട് വെച്ച് കണ്ടുമുട്ടിയിരുന്നു. ഒരു നൃത്ത മത്സരവേദിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ഞാൻ എൻ്റെ കൊച്ചുമോളെയും കൊണ്ട് പോയതായിരുന്നു. ഡോക്ടറും മോളെയും കൊണ്ട് കുടുംബത്തോടൊപ്പം വന്നതായിരുന്നു. അടുത്ത് വന്ന് ഒരുപാട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കുറെ സമയം സ്പെൻഡ് ചെയ്ത്, അപ്പൊ ഞാനൊരു കാര്യം ഓർത്ത്, ഡോക്ടർക്ക് പിതാവിൽ നിന്ന് ആ സൗമ്യത അതേപടി പകർന്നു കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം. എല്ലാം കൊണ്ടും ഡോക്ടർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കുഞ്ഞു മക്കളെല്ലാം പോയി കഴിഞ്ഞ് അവർക്ക് വേണ്ടി 2 വാക്ക് പറയാന്ന് വിചാരിച്ചത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാൽ അവരെല്ലാം പോയി, അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. അപ്പൊ അവരെല്ലാം പോയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പേരക്കുട്ടികൾ, ഈ പ്രസ്ഥാനത്തിന്റെ പേരക്കുട്ടികളാണ് അവര്. ഇവിടെ നേരത്തെ ആരോ പറഞ്ഞില്ലേ, എല്ലാവർക്കും പാസ്സായ എല്ലാ കുട്ടികൾക്കും സമ്മാനം അല്ലെങ്കിൽ ആദരവ് കൊടുക്കാത്തത്. നമുക്കിപ്പോൾ അത്രയല്ലേ പറ്റൂ. നമ്മുടെ പേരക്കുട്ടികളെ മുഴുവൻ കൊടുക്കുന്നത്